സാധാരണ ഒരു മനുഷ്യനായിരിക്കുന്നതിൽ നോർമൽ പേഴ്സൺ ആയിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ഗോയിങ് ആയിരിക്കും അല്ലേ നമ്മൾ കുറച്ച് ഭ്രാന്തുണ്ടെങ്കിൽ? You ഭ്രാന്ത് don't. എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പാഷൻ. No, I take pride in calling myself Prandan ഓക്കെ. because പ്രാന്തനായില്ലെങ്കിൽ അത് പിന്നെ അത് പാഷൻ ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ I was always wondering, ഇത്ര സമയം എടുക്കുന്ന ഞാനിവിടെ ഞാൻ ദുബായിലാണ്. ഐ എം സോ ഫാർ അവേ ഫ്രം ഇന്ത്യ. ഇങ്ങനെ ആൾക്കാരെന്നെ കാണുമോ, ഹൗ വിൽ പീപ്പിൾ നോ മൈ ടാലൻറ്റ്, അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആസ് തിങ്സ് വെൻറ്റ് ബൈ, എൻ്റെ ചിന്ത ഒരു സൈഡിൽ ഇങ്ങനെയാണ്, വേറെ സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ് വർക്കിംഗ്. എൻ്റെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ഷോർട്ട് ഫിലിംസ്, ചെറിയ ചെറിയ മിമിക്രി വീഡിയോസോ, വേറെ വാട്ട് എവർ ഇറ്റ് ഈസ്, ബിക്കോസ് ഐ എം എ ഡാൻസർ, ഐ എം എ മിമിക്രി ആർട്ടിസ്റ്റ്. ചെറുതായിട്ട് എല്ലാം ആഡ് ഓൺസ് ആണ്. എന്തൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയ്ക്ക് ഞാൻ ചെയ്തു. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു നീഡ് ടു ഗ്രാബ് അറ്റൻഷൻ, ആൾക്കാർ നിന്നെ കാണാനും അങ്ങനെ. അപ്പോൾ I used a lot of other platforms to like grab more and more attention. Most importantly, social networking. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഒരു ഗോഡ് മീഡിയം. ഓക്കെ. ഇല്ല, ഞാനും ഇതിനോട് വളരെയധികം എഗ്രി ചെയ്യുന്നു അശ്വിൻ. നമ്മൾക്കൊരു പാഷൻ ഉണ്ടായിരിക്കുക, ആ പാഷൻ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ അതിലോട്ടുള്ള മാർഗം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, അല്ലേ? അല്ലാതെ ഇങ്ങനെ ഒരു അശ്വിൻ ഉണ്ട് UAE-ൽ, ആരെങ്കിലും എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും എന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ടെക്നോളജി എല്ലാം വളരെയധികം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും. അപ്പം ഇപ്പം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു, ഫിലിമിനെ കുറിച്ച്, TV-യെ കുറിച്ച്, പ്രൊഡക്ഷനെ കുറിച്ച് എല്ലാം നമ്മൾ പഠിക്കുന്നു, തിയറിറ്റിക്കലി എല്ലാം നമ്മൾ പഠിക്കുന്നു. പക്ഷെ അതെങ്ങനെ നമ്മളുടെ പാഷൻ അച്ചീവ് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്, അല്ലേ അശ്വിൻ? ഇറ്റ്സ് ലൈക്ക് അബൌട്ട് ഫൈൻഡിങ് യുവർ ഓൺ എന്താ പറയുക, ഫൈൻഡിങ് പ്ലാറ്റ്ഫോംസ്. ലൈക്ക് യു സെഡ്, യു കനോട്ട് വെയിറ്റ് ഫോർ പീപ്പിൾ ടു കം ആൻഡ് വെൽക്കം യു. ഈ ലോകത്തിൽ there are 100 billion people who are probably even more talented, more good looking, more sort of skillful than you. അപ്പോൾ ഈ ഒരു when they say in these 40,000 sperms, one sperm wins, അങ്ങനെ പറയുന്ന പോലെ it's like this thing where, but one thing is, it's not like a race. You just do your work on your side. You keep doing whatever you have to do it. ബാക്കി ഒക്കെ it's on destiny. There is a destiny. But one thing in passion, ഈ പ്രാന്തെന്ന് പറയുന്നില്ലേ നമ്മൾ, in that if you see, you don't measure, that is real passion. ഞാൻ ഇത്രയും ചെയ്തു, ഇത്ര ചെയ്തു, അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പിന്നെ നമ്മൾ കുറച്ച് പേഷ്യൻസ് വേണ്ടിയിരിക്കുന്നു, അല്ലേ അശ്വിൻ? അശ്വിൻ എത്ര കാലമായിരിക്കണം ഇതിനു വേണ്ടി ഒരു വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു തുടങ്ങിയിട്ട്? അതോ ഇനിയുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? പേഷ്യൻസ് വേണം എന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും വേണം. ബണ്ടിൽസ് ആൻഡ് ബണ്ടിൽസ്, ടൺസ് ഓഫ് ഇറ്റ് യു നീഡ്. അതെ, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പേഷ്യൻസ് വിൽ കം ഫ്രം another thread called hope. ആ ഹോപ്പ് കളയരുത്. When you see something called hope, or you see a light at the end of the tunnel, definitely you'll be patient to still travel. Okay, I see that light. പക്ഷേ നെഗറ്റീവ് ഉണ്ടാവാൻ പാടരുത്. നെഗറ്റീവ്, when you're negative, you have negative thoughts, it does reflect on your surrounding. I've seen that. It really reflects on your surrounding. നമ്മൾ എന്താ പറയുക, ഈ ഫോർ എക്സാമ്പിൾ ഈ കണ്ണാടി ഒരു മഞ്ഞ കളറിലുള്ള കണ്ണാടിയില്ല, ഇത് നമ്മൾ ഇട്ടാൽ ലോകം മുഴുവൻ മഞ്ഞളായിട്ട് കാണും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ചിന്ത എന്താണ് ഇവിടെ, അത് വെച്ചിട്ടാണ് നമ്മൾ ലോകം കാണുന്നത്. അപ്പം നമ്മളുടെ ലോകം ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് ഓവർ ഹിയർ. എങ്ങനെ ഇവിടെ എത്തിപ്പെടാം? എങ്ങനെ എത്തിപ്പെടാം? ഇങ്ങനെ നമ്മൾ എങ്ങനെ തുടങ്ങിയത് അങ്ങനെ തന്നെ ഞാൻ പറയാം ഇൻ്റർവ്യൂവിൽ. കാരണം ഇത് കാണുന്ന ഒരുപാട് കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും ഇത്. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പാഷനുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്, ഞാനും ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റും? എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഡ്വൈസൊക്കെ എനിക്ക് കൊടുക്കാമെന്നറിയില്ല. പക്ഷേ വാട്ട് ഐം സേയിങ് ഇസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസും കൊണ്ട് എനിക്ക് പറയാം. എനിക്ക് ശരിക്കും ഈ പ്രാന്ത് തുടങ്ങിയത് ഒരു 2004-05 അങ്ങനെ 12th വരുമ്പോഴത്തേക്കാണ് എനിക്ക് ഇച്ചിരി ഒരു ഇത് കയറിയത്. പിന്നെ എനിക്ക് എപ്പോഴും നടനാവണം എന്നായിരുന്നു എനിക്കൊരു ആഗ്രഹം എപ്പോഴും. ബട്ട് അത് നടനാവണോ, സംവിധായകനായിട്ടോ, അല്ലെങ്കിൽ ഒരു എഡിറ്ററായിട്ടോ, അല്ലെങ്കിൽ ഒരു ക്യാമറമാനായിട്ടോ, വാട്ട് എവർ ഇറ്റ് ഇസ്, വാട്ട് എവർ യുവർ പാഷൻ ഇസ്, try to keep working and build as much of work possible for you.
Okay. അതാണ് ഒറ്റ സ്വത്ത്. Mm. Money comes and goes, anything comes and goes, you might have to shift somewhere else, Mm. whatever it is. പക്ഷേ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഒറിജിനാലിറ്റിയും ജെനുവിനിറ്റിയും ദ ജെനുവിൻ പാഷൻ അതൊന്നും വിടരുത്. കീപ് ബിൽഡിങ് ആസ് മച്ച് ആസ് വർക്ക് ആസ് യു ക്യാൻ, ബിക്കോസ് ഒരു ദിവസം Yes. somebody is going to see all this work of yours and നീ പ്രതീക്ഷിക്കാത്ത സമയത്തിൽ ഒരു വിളി വരും. അതെ. അത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി ചെയ്യുകയാണ്. പക്ഷേ അത് 3 കൊല്ലം എടുക്കും, 5 കൊല്ലം എടുക്കും, 10 Be കൊല്ലം എടുക്കും, patient. 15 കൊല്ലം എടുക്കും. അത് നിൻ്റെ വിധിയിലാണ്. പക്ഷേ എന്തായാലും അത് വരും തീർച്ചയായിട്ടും. ബിക്കോസ് ഐ ടെൽ യു വൺ തിങ് ദാറ്റ് മോർ ദൻ ഓക്കെ നമ്മൾ ആൾട്ടറുടെ മുമ്പ് അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു സൈഡിലാണ്, അത് നമ്മുടെ സ്പിരിച്വൽ ബിലീഫാണ്, വേ ഓഫ് ലിവിങ്. പക്ഷേ ദ സിൻസിയർ പ്രെയർ ഇസ് ഐ തിങ്ക് വെൻ യു റിയലി ഡോണ്ട് മെഷർ യുവർ വർക്ക് ആൻഡ് യു കീപ് വർക്കിംഗ് ഓൺ സംതിങ്, അതാണ് പ്രെയർ ഫോർ മീ. Yes. അപ്പോൾ അങ്ങനെയാണ് ഈ 10 വർഷമായിട്ട് ഞാൻ അക്യുമുലേറ്റ് ചെയ്ത്. ഇൻഫാക്ട് ഞാനിപ്പോൾ ഞാൻ പുറകെ നോക്കുമ്പോഴേ ഇത്രയും ഞാൻ ചെയ്തു. അപ്പം നമുക്ക് അറിയാതെയാണ് ഈ ഒരു പ്രേതം കയറിയതുപോലെ നമുക്ക് അറിയാതെയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ് ബൈ മെഷർ. Yes. ഡോണ്ട് Yes. മെഷർ യുവർ വർക്ക്. Yes. ചെയ്തുകൊണ്ടിരി.